മണിപ്പൂരിൽ സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ കുക്കി വനിത കൊല്ലപ്പെട്ടു. ഇന്നലെ വൈകിട്ടാണ് സുരക്ഷാ സേനയും കുക്കി ആയുധധാരികളും തമ്മിൽ ഏറ്റുമുട്ടിയത്. ചുരാചന്ദ്പൂർ ജില്ലയിലെ ചിങ്ഫെയ് ഗ്രാമത്തിലായിരുന്നു വെടിവെപ്പുണ്ടായത്. അർജുൻ പീതാംബരം ചേരുന്നുണ്ട്. അർജുൻ, വീണ്ടും രക്തച്ചൊരിച്ചിലുണ്ടാകുന്നു. ഇന്നലത്തെ സംഭവം ഒരു വെടിവെപ്പിലേക്ക് പോകാനുണ്ടായ സാഹചര്യങ്ങൾ എന്തായിരുന്നു അർജുൻ? പ്രതീക്ഷ ഇന്നലെ വൈകിട്ട് 3 മണിയോടെ ഈ ബിഷ്ണുപൂർ ജില്ലയിലെ ഫുബാല എന്ന് പറയുന്ന ഗ്രാമത്തിൽ മെയ്തി കർഷകർക്ക് നേരെ ഈ കുക്കി ആയുധധാരികൾ വെടിയുതിർത്തിരുന്നു. അതിലൊരു കർഷകൻ പരിക്കേറ്റ് അദ്ദേഹത്തെ ബിഷ്ണുപൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ ഒരു സംഘർഷ സംഭവത്തിന് പിന്നാലെയാണ് തിരച്ചിൽ സുരക്ഷാ സേന രംഗത്തെത്തുന്നത്. അവർ ബിഷ്ണുപൂരിന് പുറത്തേക്ക് ഈ ചുരാചന്ദ്പൂർ ജില്ലയിൽ ഈ കുക്കികൾ കൂടുതലായി താമസിക്കുന്ന മലയോര ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തിയത്. അങ്ങനെയുള്ള തിരച്ചിൽ ദൗത്യത്തിനിടയിലാണ് കുക്കി ആയുധധാരികളുമായി ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത്. ആ ഏറ്റുമുട്ടൽ ദൗത്യത്തിനിടയിലാണ് വെടിവെപ്പിനിടെ ഒരു വനിത വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. പിന്നീട് അവർ ഈ ചിങ്ഫെയ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ്റെ ഭാര്യയാണ് എന്നുള്ള വിവരവും പിന്നീട് പുറത്തു വന്നിരുന്നു. ഇവരുടെ മൃതശരീരം ഇപ്പോൾ ഈ ചുരാചന്ദ്പൂർ ഗ്രാമത്തിലെ അവിടുത്തെ ഈ ചുരാചന്ദ്പൂർ ജില്ലയിലെ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ സംഘർഷ സംഭവത്തിന് പിന്നാലെ കുക്കികളും മെയ്ത്തികളും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും മെയ്ത്തികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് അവർ ഹൈവേ നിരോധനം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. മാത്രമല്ല ഈ കൂടുതൽ ഈ സമരം പോലുള്ള പ്രഖ്യാപനങ്ങളിലേക്കും ഹർത്താൽ പോലെയുള്ള കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനുള്ള തീരുമാനങ്ങളിലേക്കും പോകുമെന്നൊക്കെയാണ് ഇപ്പോൾ മെയ്ത്തി സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മെയ്ത്തികൾക്കെതിരെ കുക്കി ആയുധധാരികളുടെ വെടിവെപ്പുണ്ടായതിന് പിന്നാലെയാണ് തിരച്ചിൽ ദൗത്യവും പിന്നീട് സുരക്ഷാ സേനയും കുക്കികളും തമ്മിലുള്ള വെടിവെപ്പും ഉണ്ടായത്. മണിപ്പൂരിലാണ് സംഭവം. സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ കുക്കി വനിത കൊല്ലപ്പെട്ടു. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.